ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം ആത്മാർത്ഥമായിട്ട് നിനക്ക് നേരുക. ഈ ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്ക് കടന്നു വരട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഞാനാണ് ജീവൻ്റെ അപ്പം. എന്നിൽ വിശ്വസിച്ചാൽ വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. നിൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവ് ഏറ്റെടുക്കും എന്നുള്ളതാണ്. ജീവൻ്റെ അപ്പം സംസാരിക്കുക. ഈ അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നാൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും നിനക്ക് വേണ്ട എന്നുള്ളത്, അനുദിന കാര്യങ്ങളെക്കുറിച്ചുള്ള നിൻ്റെ ടെൻഷനൊന്നും വേണ്ട എന്നുള്ളത്. കാരണം നിൻ്റെ ജീവിതത്തെ നിൻ്റെ കർത്താവ് ഏറ്റെടുത്തോളൂ. ഈ അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണമെന്ന് മാത്രം. അതിനാ നീ ദാഹിക്കേണ്ടത്, അതിനാ നീ ഒരുങ്ങേണ്ടത്, അതിനാ നീ ശ്രമിക്കേണ്ടത്. ഈശോയെ ജീവൻ്റെ അപ്പമായിട്ട് ചേർത്ത് പിടിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജീവൻ്റെ അപ്പമായി നിന്നെ യഥാർത്ഥത്തിൽ ചേർത്ത് പിടിക്കുവാനായിട്ട്, അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കാളും എല്ലാ നേട്ടങ്ങളെക്കാളും ഉപരിയായിട്ട് നിന്നെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. സകലവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധനയ്ക്കു യോഗ്യൻ നീ, ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവനെ ചെങ്കടലുകൾ തകർത്തു. ഈശോവിൻ നാമത്തിൽ രക്ഷ. യേശുനാഥാ അങ്ങേ